ഇതിപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് വലിയ ടൈപ്പ് നാരങ്ങയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഈ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയാം കേട്ടോ. ചെത്തി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുകയാണ്. ഇതുമാതിരി തൊലി മാറ്റി എടുക്കുക, തൊലി ചെത്തി കളയുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അല്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നല്ലതുമാതിരി ഇളക്കിയിട്ട് നല്ലതുമാതിരി ഈ ബൗളൊന്ന് അടച്ച് വെച്ചേക്കാം. കാറ്റൊന്നും കയറാത്ത രീതിയിൽ അടച്ച് വെച്ചേക്കാം. എന്നിട്ട് ഒരു 3-4 ദിവസം ഇങ്ങനെ വച്ചേക്കാം കേട്ടോ. ഇടയ്ക്ക് ഓരോ ദിവസം ഡെയിലി ഓരോ തവണയൊന്ന് ഇളക്കി കൊടുക്കുക. 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഉപ്പും മുളക് പൊടിയും എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം. അപ്പോഴത്തേക്ക് ഇതിനകത്തിൽ ഈ ഉപ്പ് നല്ലവണ്ണം ഇതിനകത്തിൽ ഈ നാരങ്ങയിൽ പിടിച്ചിരിക്കും കേട്ടോ. നല്ലതുമാതിരി ഉപ്പ് പിടിച്ചിരിപ്പുണ്ട്. 4 ദിവസം കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തിൽ മസാലകളൊക്കെ ചേർക്കാം. മുളക് പൊടിയും അച്ചാറിന് ചേർക്കുന്നത് നല്ലതുമാതിരി അതിൻ്റെ വെള്ളമൊക്കെ ഊറിയിരിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കടുക് വറുക്കാൻ പോവുകയാണ്. ഇനി ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു കടുകിടാം. ഒരു 1/4 ടീസ്പൂൺ കടുകിടാം. കറിവേപ്പില ഇടാം കേട്ടോ. കറിവേപ്പില ഏറെ നല്ലതാണ്. നല്ല രുചി കിട്ടും. കറിവേപ്പില നല്ല മണവും രുചിയൊക്കെ കിട്ടും. 2 വറ്റൽമുളക് ചേർക്കാം. ഇതൊന്ന് ഓഫ് ചെയ്യണം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഞാനിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നല്ല കളർ കിട്ടും കേട്ടോ നാരങ്ങക്കറിക്ക്. പിന്നെ ഇച്ചിരി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർക്ക് അല്പം മറ്റതും കൂടി ചേർക്കാം. എരിവ് വേണ്ടെന്നുള്ളവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി. അതിനകത്ത് ഇച്ചിരി കൂടി അല്പം എരിവൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അല്പം ചക്കലൊന്ന് ചൂടാക്കുക കേട്ടോ. ഒരു 1/2 സെക്കൻഡ് ചൂടായി കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തിട്ടൊന്ന് നല്ലമാതിരി ഇളക്കുക. ഒരു സെക്കൻഡൊന്ന് വേവിക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് 1 സെക്കൻഡ് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ചുകൂടി ഉപ്പ് കുറവാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർക്കണേ. പച്ചവെള്ളം ചേർക്കരുത്. തിളപ്പിച്ച വെള്ളം ചേർത്തിട്ട് നല്ലതുമാതിരി തിളപ്പിച്ചങ്ങോട്ട് നല്ലതുമാതിരി തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് അതിനകത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. ഇതെന്തിനാ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ നാരങ്ങക്കറിയിൽ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ അത് ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഒത്തിരി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ചൂടാവട്ടെ. പഞ്ചസാരയൊന്ന് തിളക്കട്ടെ. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് തണുക്കാൻ വയ്ക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നല്ല ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഇതിലൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ.